വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കിന്ന് ഞാൻ എന്നൊരു പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പൂർവികർ മരിച്ചവർക്കായി നിർമ്മിച്ച കല്ലുകൊണ്ടുള്ള കുടകൾ. ഇതാണ് കേരളത്തിലെ പെരിങ്കൽ സംസ്കാരത്തിൻ്റെ വിസ്മയമായ കൊടക്കല്ല്. നിങ്ങൾ കൊടക്കല്ല് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാടുകളിലൊക്കെ ഉണ്ടോ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ, ഇതിൻ്റെ എവിഡൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങളുടെ നാടുകളിൽ? എന്നാൽ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് മെഗാലിത്തിക് ഏജിലാണ്. ഞാനൊരു ഹിസ്റ്ററി പഠിച്ച സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തരം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ വളരെ താല്പര്യമാണ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ എനിക്കൊരു ആർക്കിയോളജിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ വീട്ടുകാരൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും എനിക്കിങ്ങനത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണാനും വീഡിയോസ് കാണാനും ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മഹാശിലായുഗത്തിലെ വെളിച്ചം വീശുന്ന പുരാവസ്തു ചരിത്ര രേഖകളാണിത്. ഇതിനെ അംബർല സ്റ്റോൺസ് എന്ന് പറയും. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞാൽ തന്നെ കാണാനൊരു കുട നിവർത്തി വെച്ചതുപോലെയാണ് നമുക്ക് തോന്നുക. ഇതിൻ്റെ നിർമ്മിതി തന്നെ അങ്ങനെയാണ്. ഇതിൻ്റെ താഴെ വശങ്ങളിലൊക്കെ 4 ചെങ്കല്ലുകളായിട്ട് ചാരി വെച്ചതുപോലെ അതിൻ്റെ മുകളിൽ ഒരു കുടയുടെ ആകൃതിയിലുള്ള ഒരു ഭാരമേറിയ വലിയൊരു കല്ല് വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുക. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പണ്ട് കാലങ്ങളിൽ മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങളും അത് അവരുടെ മൺപാത്രങ്ങളും ഭൂമിക്കടിയിൽ അടക്കം ചെയ്ത് അതിന് സംരക്ഷണമായിട്ട് പൂർവികർ ഈ കൊടക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നത്. അവരുപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും കൂടിയിട്ട് അങ്ങനെ അടക്കം ചെയ്യുക. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും ഞാനൊരു വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ്. ഇത് കാണാൻ തന്നെ, ഈ ഒരു സ്ഥലം കാണാൻ തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. പുരാതന മനുഷ്യരുടെ നിർമ്മാണ വൈദഗ്ധ്യവും മരണാന്തര വിശ്വാസങ്ങളും വ്യക്തമാക്കുന്ന ഈ ചരിത്രശേഷിപ്പുകൾ ഇന്ന് പലയിടത്തും സംരക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാടിൻ്റെ പഴമയും ചരിത്രവും കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ, ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ ചെറമനങ്ങാടാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസായിട്ട് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മളെ നന്നങ്ങാടി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ നന്നങ്ങാടിയിലൊക്കെ എല്ലുകൾ ഒക്കെ സൂക്ഷിച്ച് അവർ ആ നന്നങ്ങാടിയോട് കൂടിയിട്ട് ഇങ്ങനത്തെ പാറകൾ കൊണ്ടുള്ള അങ്ങനത്തെ തൊപ്പി പോലത്തെ കല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അവർ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. സോ ഇവിടെ ഒരു വലിയ കിണറുണ്ടായിരുന്നു കേട്ടോ, നല്ല കിണർ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ വെള്ളമൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ വെള്ളമൊക്കെ ഉണ്ട്, നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ തന്നെ ഈ വീടുകളിലൊന്നും ഇങ്ങനെ കൂടുതൽ കുഴിയെടുക്കുക, മണ്ണ് കൂടുതൽ കുഴിച്ചെടുക്കുക അങ്ങനെയൊന്നും സാധിക്കില്ല. അതിനൊന്നും അനുവാദമില്ല. കാരണം ഇത് പണ്ട് കാലത്ത് ഇത്രയും ചരിത്രാവശേഷിപ്പുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കുഴിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചില വീടുകളൊക്കെ ഇവിടെ നിന്ന് വീട് മാറി പോകുന്നവരൊക്കെ ഉണ്ട്. സോ നമുക്കൊരു വൈകുന്നേരമൊക്കെ പോയി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്യാം, നല്ല ക്ലൈമറ്റുള്ള സ്ഥലമാണ്. പിന്നെ കുട്ടികളൊക്കെ ആവുമ്പോഴും നമ്മളൊക്കെ ആണെങ്കിലും കൂടുതൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളും സ്റ്റോറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിത് കണ്ടു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ ഇരുന്നു. നമ്മളിതിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്തു. നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ഇവിടെ അങ്ങനെ എൻട്രി ഫീയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കാണാനും കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കണ്ടറിയാനും, തൊട്ടടുത്ത് നിന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.